Hi guys, Assalamu alaikum. Welcome back to my YouTube channel Chippu's Vlog and it's me Chippu here. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വ്ളോഗ് ഈസ് ലൈക്ക് ഞാനൊരു ഫംഗ്ഷന് ചീഫ് ഗസ്റ്റ് ആയിട്ട് പോകുന്നുണ്ട്, അതിൻ്റെ ഒരു വ്ളോഗാണ്. ഓക്കെ, ലെറ്റ്സ് സ്റ്റാർട്ട് ദ വീഡിയോ. അന്ന് തന്നെ ഞാൻ എണീറ്റിട്ടുള്ളൂ, കുറച്ച് നേരമായിട്ടുള്ളൂ എണീറ്റിട്ട്. 10 മണി 10:30 ആകുമ്പോൾ നമ്മൾ ഇറങ്ങും. അപ്പോൾ വേഗമല്ല, ഇപ്പോൾ ടൈം 9 സംതിങ് ആയിട്ടുള്ളൂ. എന്നാൽ ഞാൻ സ്ലോ ആയിട്ടൊന്നും ചെയ്യാന്ന് വെച്ച് റഷ് ഒഴിവാക്കാൻ വേണ്ടി കൂടുതലായിട്ട് മേക്കപ്പൊന്നും ചെയ്യുന്നില്ല. കാരണം നമുക്ക് പരിപാടി ചെയ്യുന്നത് 5 മണിക്കാണ്, കണ്ണൂർ വെച്ചിട്ടാണ്. അപ്പോൾ ടൈമുണ്ട്. അവിടെ അവർ AC റൂമൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ അവിടെ പോയിട്ട് കൂടുതൽ ഇതാവാം. പക്ഷേ ബേസിക് സ്കിൻ കെയർ കാര്യങ്ങൾ മാത്രം നമുക്ക് ചെയ്യാം. മോർണിംഗ് ഡ്രിങ്ക് ആണ് ഗൈസ്. ഞാനിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് സാധാ ടൈമിൽ കഴിക്കാറില്ല, കുറച്ച് ലേറ്റായിട്ടാണ് കഴിക്കാറ് ഡ്യൂ ടു ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ്. ഓക്കെ, അപ്പോൾ ഇതിൽ ഞാനിങ്ങനെ എല്ലാ കാര്യം ഇൻക്ലൂഡ് ചെയ്യാം. ഞാൻ എപ്പോഴും വ്ളോഗ് എടുക്കുമ്പോൾ എന്തെങ്കിലും ഒരു എലമെൻറ്റ്സ് നമ്മളെ കൊണ്ട് ഇൻസ്പയർ ആവാൻ പറ്റുന്ന കാര്യങ്ങളുണ്ടെങ്കിൽ ഞാനത് ആഡ് ചെയ്യാറുണ്ട്. വെറുതെ ഒരു വ്ളോഗ് എടുത്തിട്ട് പോകാൻ അല്ല. സോ ദാറ്റ് യു ക്യാൻ വാച്ച് എന്തായാലും, എന്നിട്ട് അതിൽ കണ്ടിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും നിങ്ങളുടെ ലൈഫിലേക്ക് അത് ആഡ് ഓൺ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ യു ക്യാൻ ആഡ്. ചിലപ്പോൾ സ്കിൻ കെയർ ആവാം, ചിലപ്പോൾ ഞാൻ എന്തെങ്കിലും പറയുന്നതായിരിക്കാം. അതുകൊണ്ട് ഞാൻ മാക്സിമം മിക്ക കാര്യങ്ങളും കവർ ചെയ്യാൻ നോക്കാറുണ്ട്. എനിക്ക് നല്ല പിമ്പിൾസ് വന്നിട്ടുണ്ടായിരുന്നു. നല്ല പിമ്പിൾസ് വന്നിട്ടുണ്ടായിരുന്നു. ഫോട്ടോ സൈഡിലാണ് കൊടുക്കാം. എനിക്കത് മാറ്റാൻ സഹായിച്ച സാധനമാണ് എക്സ്ഫോളിയേറ്റർ. നമ്മുടെ ഡെർമാക്കോടെ എക്സ്ഫോളിയേറ്റർ യൂസ് ചെയ്തിട്ടാണ് ഭയങ്കരമായിട്ട് ചേഞ്ച് ഉണ്ടായത്. ആൻഡ് കളറ് കുറക്കാൻ സഹായിച്ചത് എന്താണെന്നറിയോ? നമ്മുടെ രക്തചന്ദനത്തിൻ്റെ പൊടി. അത് നല്ല കേട്ടോ. അപ്പോൾ സംഭവനാകെ 30 രൂപ ഉള്ളെങ്കിലും തേച്ച് നല്ല അധികം മാറ്റം വന്നിട്ടുണ്ടായിരുന്നു ഫേസിന്. ഒന്നാമത്തെ പിന്നെ ടൈം കൂടെയാണ്. അപ്പോൾ ഞാൻ മെഡിസിൻസും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട്. ബട്ട് ഈവൻ എനിക്കൊരു മൂഡില്ല, എന്തോ ഒരു സംതിങ് പോലെ. നമ്മളിങ്ങനെ ഡേറ്റൊക്കെ എടുത്ത് നമ്മളെവിടെയെങ്കിലും പോവുകയാണെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ എടുത്തിട്ട് വേണം പോകാനായിട്ട്. പ്രത്യേകിച്ച് പ്രോഗ്രാമിലൊക്കെ പോകുമ്പോൾ എനിക്ക് അറിയില്ല എന്താവുന്നു. ഞാൻ അങ്ങനെ ക്രാംസ് വരുമ്പോൾ ഞാൻ യൂസ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഓഫ് കോഴ്സ് മെഫ്താൾ തന്നെയാണ്. മെഫ്താളാണ് യൂസ് ചെയ്യുക. ഞാൻ ഡോക്ടറോട് ചോദിച്ചിട്ടാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. എനിക്ക് ഭയങ്കരമായിട്ട് സിവിയർ പെയിൻ ഉണ്ടാവാറുണ്ട്. എൻ്റെ പെയിൻ കാരണം ഞാനിങ്ങനെ ഹോസ്പിറ്റലൊക്കെ കൊണ്ടുപോയി അത്രയും പെയിൻ ഉണ്ടാവാറുണ്ട്. സോ അത് കാരണം ഡോക്ടറെ അടുത്ത് പോയിട്ട് സ്കാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇൻ കേസ് എന്തെങ്കിലും ഫോളിക്കിൾസോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് നോക്കാൻ. പക്ഷെ ഹെൽത്തിയാണ്, ഒരു കുഴപ്പമില്ല. അപ്പോൾ അങ്ങനെ 38 വയസ്സ് വരെ എന്നോട് വേദന സഹിക്കാനാണ് പറഞ്ഞത്. ആൻഡ് ഓരോരുത്തർക്കും ഓരോ വിഷയം കേട്ടോ. മെഫ്താൾ അങ്ങനെ കഴിക്കാൻ പാടില്ല, ഭയങ്കര സീനാന്നൊക്കെ പറയുന്നുണ്ട്. മേ ബി നോട്ട്, ഐ ഡോണ്ട് നോ മോർ അബൌട്ട് ദാറ്റ്. ഓക്കെ, ഞാൻ എന്നിട്ട് പക്ഷേ എന്ത് ചെയ്യുന്നു, ഞാൻ ഡോക്ടറിനോട് ചോദിച്ചിട്ടാണ് ഞാൻ എന്ത് ചെയ്യുന്നത് മെഫ്താൾ കഴിക്കുന്നത്. നമ്മൾ ഡെയിലി 3 നേരം വെച്ച് കഴിക്കണമെന്നില്ല, മാസത്തിൽ ഒരിക്കലാണ് മെഫ്താൾ കഴിക്കുന്നത്. ഐ ഡോണ്ട് തിങ്ക് കൂടുതൽ അതിൽ പ്രശ്നം ഉണ്ടാവും എന്നുള്ളത് എൻ്റെ കേസിൽ. 2 എടുത്ത് കഴിക്കുന്നവർക്ക് ചിലപ്പോൾ അത് ഇഷ്യൂ ആയിരിക്കാം. പൗഡർ, സൺസ്ക്രീൻ ഇട്ട്, ടോണർ ഇട്ട്, മോയ്സ്ചറൈസർ ഇട്ട്, ലാസ്റ്റ് പൗഡർ. ഓക്കെ വെള്ളം കുടിച്ചു. ഇന്നിപ്പോൾ എന്തായാലും ഫുഡൊന്നും കഴിക്കുന്നുണ്ടല്ല. സബാമെഡിൻ്റെ ഉണ്ടോ ഡീകൺസ്ട്രക്റ്റിൻ്റെയാണ്, നല്ലതാണ്. അടുത്ത ബ്ലഷാണ്. ബ്ലഷ് ഞാൻ എല്ലാ ഔട്ട്ഫിറ്റ്സിനും കൂടെ ഞാൻ ഇടാറില്ല, പക്ഷേ ഇതൊരു ക്യൂട്ട് ഔട്ട്ഫിറ്റ് പോലെയാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ അതിൻ്റെ കൂടെ ബ്ലഷ് ഇട്ടാൽ നന്നായിരിക്കും. കാറിൻ്റെ ഉള്ളിൽ തന്നെ ഇരിക്കുക ഗൈസ്, വേറെ എവിടെയും പോകുന്നില്ല. നമ്മുടെ പ്രോഗ്രാം തന്നെ കണ്ണൂരാണ് കേട്ടോ, പയ്യോളി. 5 മണിക്കാണ് പരിപാടി, 10:30ക്കാണ് ഇറങ്ങുന്നത്. നല്ല രസമുള്ള ടിൻറ്റ് കേട്ടോ, ഭയങ്കര. ചിലവർ മേക്കപ്പ് ചെയ്യുമ്പോൾ കോമ്പാക്ട് പൗഡർ അല്ലെങ്കിൽ മാറ്റ് പൗഡർ ഇടുന്നതിൻ്റെ മുന്നെയാണ് ബ്ലഷ് ഇടാറ്. ബട്ട് ഞാനതിന് ശേഷമാണ് ഇടാറ്. കാരണം നമ്മൾ അപ്പോഴാണ് കുറച്ചും കാണുള്ളൂ, അല്ലെങ്കിൽ അതിട്ട് അങ്ങനെ പോവും. ഓക്കെ, കണ്ണെഴുതിയിട്ടുണ്ടായിരുന്നു. ആൻഡ് മസ്കാര ഇട്ട് കോസ് ഫൈനൽ പാർട്ട് ലിപ്സ്റ്റിക്ക്. ഹായ്, നല്ല ലിപ്സ്റ്റിക്കാണ് ഗൈസ്. എനിക്ക് ഭയങ്കര
റീസെൻറ്റ് ഫേവറേറ്റ് ലിപ്സ്റ്റിക്കാണ്. എൻ്റെ കൂടെ അർച്ചനയുണ്ട്, അവൾക്ക് തീരെ വയ്യ. വേറൊക്കെ സെറ്റ് ചെയ്തു. ഇനി ഇതിൻ്റെ കൂടെ കുഞ്ഞു കുഞ്ഞു ആക്സസറീസ് മാത്രം ക്യൂട്ടായിട്ടുള്ള കാര്യമാണ്. ആൻഡ് ദിസ് ഈസ് ദ വാച്ച് വിച്ച് ഐ എം വെയറിങ്, പിങ്ക് വാച്ച്. ഓക്കെ, ആൻഡ് ചെറിയൊരു ഇയറിങ്സ്. എനിക്ക് നിൻ്റെ സ്കിൻ എന്തോ ഭയങ്കരമായിട്ട് നന്നായിട്ട് സഹകരിച്ച പോലെ എനിക്ക് തോന്നി. ഞാൻ പ്രത്യേകിച്ച് വേറെ മേക്കപ്പ് ഒന്നും ചെയ്തിട്ടില്ലല്ലോ. നിങ്ങൾ സൺസ്ക്രീനും മോയ്സ്ചറൈസറും ബ്ലഷും, പക്ഷേ ഇറ്റ്സ് ഫീൽ ബെറ്റർ. സ്കിന്നൊന്ന് കുറച്ച് വൃത്തി വെച്ച പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് മേക്കപ്പ് ചെയ്തപ്പോൾ. അപ്പോൾ ഇനി കമ്മലും കൂടി ഇടും, സ്പ്രേ അടിക്കാം. ഓക്കെ, ഔട്ട്ഫിറ്റ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ബാക്കി നമുക്ക് കാണാം കേട്ടോ. കോഴിക്കോട് എത്തില്ല നമ്മൾ. ഓൾറെഡി ഞാൻ 11 മണിയാകുമ്പോൾ ഓവർനൈറ്റ് ഓട്സ് ഞാൻ കഴിച്ചു വണ്ടിയിൽ ഇരുന്നിട്ട്. ഞാൻ ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ചെയ്യുന്നുണ്ടായിരുന്നു ആ ടൈമിൽ. അപ്പോൾ ഞാൻ അങ്ങനെ കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ ലഞ്ചിന് വേണ്ടിയിട്ട് കടയിൽ കയറിയിട്ട് പൊറോട്ടയും അതുപോലെ തന്നെ ചിക്കൻ കറിയും കാര്യങ്ങളൊക്കെയാണ് കഴിച്ചത്. സത്യം പറഞ്ഞാൽ അവിടെ എത്തണ വരെ തന്നെ നല്ല മഴയായിരുന്നു. നല്ലൊരു ഇരുട്ട് മൂടിയ മഴ പെയ്തിട്ടുണ്ടായിരുന്നു. ആൻഡ് റോഡൊക്കെ അടിപൊളിയായിരുന്നു. ഈ ഏരിയക്ക് ഞാൻ അങ്ങനെ ട്രാവൽ ചെയ്യാൻ വന്നിട്ടില്ല. പക്ഷെ അന്ന് ഞാൻ ഒരു ഫുൾ ഡേന് പറയണമെങ്കിൽ ഞാൻ കാറിൻ്റെ ഉള്ളിൽ തന്നെയായിരുന്നു. സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് നല്ല മഴയും നല്ല ക്ലൈമറ്റും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഞങ്ങൾ അവിടെ പയ്യന്നൂർ വരുന്നുണ്ട് എന്ന് അറിഞ്ഞിട്ട് അവിടെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടൊരു സ്വീകരണം വേറൊരു കരാട്ട സെന്ററിൽ ഉണ്ടായിരുന്നു കേട്ടോ. അൻസിഫ പിന്നെ നിങ്ങൾ കണ്ടിട്ടുണ്ട ഒരുപാട് യൂട്യൂബൊന്നും സെർച്ച് ചെയ്ത് നോക്കി. HTS കളരി എന്ന് പറഞ്ഞാൽ ഇവര് നിങ്ങളും അവരുടെ പ്രാക്ടീസ് ചെയ്തതും എല്ലാം നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇന്ന് വൈകിട്ട് ഇത് കഴിഞ്ഞ് പോയിട്ട് ജസ്റ്റ് ഒന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കും. ഓക്കെ, അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ കുറച്ച് കണ്ണൂർ സ്നാക്സ് കഴിക്കാൻ വേണ്ടി ഞങ്ങൾ പോയി. പയ്യന്നൂർ തന്നെ ഉള്ള ഒരു കടയിൽ. എന്താണെന്നറിയോ, മധുര കുട്ടിപ്പത്തല കുഞ്ഞു പിടിപ്പത്തൽ. അവിടുന്ന് 300 മീറ്റർ അങ്ങനെ ഇവിടെ എത്തി. ഫൈനലി സമയം 6:30 എണ്ണാനായി. അത്ര ലേറ്റായി എത്താൻ വേണ്ടിയിട്ട് മുമ്പുണ്ട്. അപ്പോൾ അവിടെ മാച്ചിന് നല്ല മഴയാണ്. ആ പരിപാടി അത്ര ഗംഭീരമായിട്ടൊന്നുമില്ല, ചെറിയ പരിപാടിയാണ്. നോക്കാം.
പരിപാടി കഴിഞ്ഞു, തുടങ്ങിയത് അറിയില്ല. चिकन टिक्का मसाला, बटर नान, चिकन फ्राइड राइस, ഞങ്ങള് കഴിഞ്ഞു. നല്ലൊരു പരിപാടിയായിരുന്നു. വിചാരിച്ച പോലെ തന്നെ മഴ ഫുൾ ചതിച്ച് ഞങ്ങൾ. പക്ഷെ ഫുഡിന് ഞങ്ങൾ ആ ഒരു കുറവൊന്നും വരുന്നത്. ബാക്കി കവറിലാക്കി കൊണ്ടുപോകാൻ. എന്താ കവറില് ഫുഡ് ഓർഡർ ചെയ്ത് കുറഞ്ഞു, ഫ്രീ ആയിട്ട് കിട്ടിയോണ്ടേ ഫുഡ്. അത്രയുള്ളൂ വീഡിയോസ്. നെയ്യ ചാർത്തി ലൂസ് മോഷൻ. ഓക്കെ, അത്രേ ഉള്ളൂ. അടുത്ത അതെന്താ എനിക്ക് പറയണ്ട, പറയാനില്ല. അപ്പോൾ അത്രേ ഉള്ളൂ വീഡിയോ. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാൻ പറഞ്ഞില്ല, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അടിച്ചു പൊട്ടിക്കുക. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരേക്കും